നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ്. അതിൽ തന്നെ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ളതിൽ ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 19 പറയുന്നത് ഇന്ത്യൻ പൗരന് ലഭ്യമാകുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. അതിലെന്താണ് ആദ്യത്തെ 2 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള, അതായത് ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ എന്താണ് ഈ പറഞ്ഞ സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സംഘടനാ സ്വാതന്ത്ര്യമാണ്. എന്താണ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയും. എന്താണ് സംഘടനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഇത് ആർട്ടിക്കിൾ 19(1)(c), ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1 സിയിലാണ് എന്തിനെ പറയുന്നത്? ഈ പറയുന്ന സംഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(c)യിലാണ് പറയുന്നത്. ഏതൊരു പൗരനും നമ്മൾ പറഞ്ഞതാണ് എന്താ 19 എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? ആർട്ടിക്കിൾ 19 ഇന്ത്യൻ പൗരന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്താണ് ഇന്ത്യൻ പൗരന് മാത്രം. ഏതൊരു പൗരനും സംഘടനകൾ, യൂണിയനുകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ഏതൊരു പൗരനും എന്തെല്ലാം സംഘടനകൾ, യൂണിയനുകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ രൂപീകരിക്കുന്നതിനായിട്ട് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1(c) എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇത് പ്രകാരം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, ക്ലബ്ബുകൾ, കമ്പനികൾ, പങ്കാളിത്ത സ്ഥാപനങ്ങൾ അഥവാ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇവയുടെ എല്ലാം രൂപീകരണം എന്നുള്ളത് ഈ ആർട്ടിക്കിൾ 19(1)(c)യുടെ പരിധിയിൽ വരുന്നതാണ്. എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ, കമ്പനികൾ, പങ്കാളിത്ത പ്രസ്ഥാനങ്ങൾ, ക്ലബ്ബുകൾ, പിന്നെന്താണ് സൊസൈറ്റികൾ എന്നിവയെല്ലാം രൂപീകരിക്കുന്നതിനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 19(1)(c) പ്രകാരമാണ് ഇന്ത്യൻ പൗരന് ലഭിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഏതൊരു പൗരനും സംഘടനകൾ, യൂണിയനുകൾ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ രൂപീകരിക്കുന്നതിനുള്ള അധികാരമാണ് ഈ ആർട്ടിക്കിൾ 19(1)(c) പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്ന ഈ പദമുണ്ടല്ലോ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ ആർട്ടിക്കിൾ 19(1)(c)യിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന എന്താണ് സംഘടനകൾ, യൂണിയനുകളൊക്കെ എന്നിവ രൂപീകരിക്കുന്നതിനുള്ള അവകാശം മാത്രമേ എന്തായിരുന്നുള്ളൂ? മൗലിക സ്വാതന്ത്ര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അഥവാ സഹകരണ സ്ഥാപനങ്ങൾ എന്താണ് രൂപീകരിക്കുന്നതിനുള്ള അവകാശം എന്തായിരുന്നില്ല? മൗലിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അതൊരു മൗലിക അവകാശം ആയിരുന്നില്ല. എന്നാൽ നമ്മൾ 2011 97ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അഥവാ സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശവും മൗലിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാക്കി മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. എന്താണ് 2011 97ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മൾ എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയും. ഇതെന്തായിരുന്നില്ല, ഭരണഘടന നിലവിൽ വന്നപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുക എന്നുള്ളത് മൗലികാവകാശത്തിന്റെ ഭാഗമായി മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2011
97ാമത്തെ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അഥവാ സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് എന്താക്കി മാറ്റി 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തി മൗലികാവകാശങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോ നമ്മൾ എന്താണ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു യൂണിയനിൽ നിങ്ങൾക്ക് എന്താണ് അംഗമാകാം, അത് ആരംഭിക്കാം. ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ എവിടെയാണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾ 19(c)യിലാണ്. അതായത് നിങ്ങൾക്ക് അംഗമാകാനും രൂപീകരിക്കാനും രൂപീകരിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശം എന്തിലുണ്ട്? ആർട്ടിക്കിൾ 19(c)യിലുണ്ട്. നിങ്ങൾക്ക് രൂപീകരിക്കുന്നതിൽ നിന്ന് എന്താണ് വിട്ടുനിൽക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോ എന്താണ് ഏതൊരു പൗരനും സംഘടനകൾ, യൂണിയനുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ രൂപീകരിക്കാൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1(c)യിൽ പറയുന്നത്. അപ്പോ ഇതിനും എന്തുണ്ട്? യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണം എന്നുള്ളത് ഇതിനും ബാധകമാണ്. എന്താണ് യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണം എന്നുള്ളത്? ഈ പറയുന്ന സംഘടനാ സ്വാതന്ത്ര്യത്തിനും എന്താണ് ബാധകമാണ്. ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 4 എന്തിനെ കുറിച്ച് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളുടെ എന്താണ് യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് സംഘടനകൾ രൂപീകരിക്കുന്നതിനായിട്ട് എന്തുണ്ട്? അവകാശങ്ങളുണ്ട്. എന്നാൽ നിയമപരമല്ലാത്ത എന്താണ് ടെററിസം പോലെയുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന സംഘടനകൾ രൂപീകരിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ അവകാശം ഉപയോഗിക്കുവാൻ കഴിയുമോ? ഇല്ല. അപ്പൊ എന്താണ് യുക്തിസഹമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിയന്ത്രണമാണ് നിങ്ങൾക്ക് എന്താണ് നിയമവിരുദ്ധമായ സംഘടനകൾ രൂപീകരിക്കാൻ കഴിയില്ല. അതെന്താണ്? നിങ്ങൾക്ക് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്തില്ല? ഇവിടെ ഒരു നിയന്ത്രണം നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. എന്താണ്? നിയമവിരുദ്ധമായിട്ടുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്തില്ല? അവകാശമില്ല. നിങ്ങൾ UAPA എന്ന് പറയുന്ന നിയമം കേട്ടിട്ടുണ്ടാവും. UAPA 1967 വന്ന ഒരു നിയമമാണ്. എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് അൺലോഫുൾ പ്രിവെൻഷൻ ആക്ടിവിറ്റീസ്? അതായത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, തടയുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതെന്താണ് ഈ നിയമം കൊണ്ടുവന്നത്? നിങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള സംഘടനകൾ എന്താണ് രൂപീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ അല്ലെങ്കിൽ പൗരന്മാരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഈ പറയുന്ന നിങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ എന്തല്ല, ഒരു ഡ്രോബാക്ക് അല്ല, മറിച്ച് എന്താണ് ഒരു യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണം മാത്രമാണ്. UAPA എന്ന് പറയുന്ന നിയമം എന്താണ് അതിനൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് നിയമവിരുദ്ധമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? സംഘടനകൾ രൂപീകരിക്കാൻ കഴിയില്ല. അപ്പോ 19(1)(c) പറയുന്നത് ഏതൊരു പൗരനും സംഘടനകൾ, യൂണിയനുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ രൂപീകരിക്കുന്നതിനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 4ാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന മൗലിക സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ അതിന് എന്താണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയും. എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അപ്പോ ആർട്ടിക്കിൾ 19(1)(d) ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(d) ആണ് പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എവിടെയും, ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൗരന്മാർക്ക് വേണ്ടിയാണ് ആർട്ടിക്കിൾ 19 നിലനിൽക്കുന്നത്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനായിട്ട് എന്തുണ്ട്? എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവകാശമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെവിടെയും, ഇന്ത്യക്കകത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെയും എന്താണ് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ എന്തുണ്ട്? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 19(1)(d) പറയുന്നത്. അപ്പോ സ്വാഭാവികമായും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയിൽ എവിടെയും നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം എന്ന് പറഞ്ഞാൽ
എന്താണ് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സഞ്ചരിക്കാം എന്ന് അർത്ഥമില്ല. അവിടെയും എന്തുണ്ട്? ഗവൺമെന്റ് ഇതേണ്ടതായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് ഈ സഞ്ചാര സ്വാതന്ത്ര്യവും എന്താണ് അതിന് വഴിപ്പെടേണ്ടതുണ്ട്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ചില യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ഗവൺമെന്റിന് കഴിയും. അത് പറയുന്നത് ആർട്ടിക്കിൾ യുക്തിസഹമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 5 ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 5 യുക്തിസഹമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നൽകുന്ന യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ശരി. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സൈനിക മേഖലയിൽ കൂടെ സഞ്ചരിക്കുവാൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കുവാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ ഇന്ത്യൻ കൊച്ചിയിലുള്ള നേവൽ ബേസിന്റെ ആസ്ഥാനത്ത് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? അതിക്രമിച്ച് കയറുന്നവർ വെടിവെച്ചിടും. എന്താണ്? അതിക്രമിച്ച് കയറുന്നവർ വെടിവെച്ചിടും എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ പൗരന് എന്തുണ്ട്? എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്തുണ്ട്? അവിടെയും നിയന്ത്രണങ്ങളുണ്ട്, യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതിലൊന്നാണ് എന്താണ്? സൈനിക മേഖലകളിലൂടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്വതന്ത്രത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സഞ്ചരിക്കുവാനായിട്ട് കഴിയില്ല. സൈനിക മേഖല അല്ലെങ്കിൽ എന്താണ് മിലിറ്ററി ഏരിയാസ്. രണ്ടാമത്തേത് നയതന്ത്ര മേഖലകൾ. നയതന്ത്ര മേഖലകൾ എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്ത് എന്തുണ്ട്? മറ്റു രാജ്യങ്ങളുടെ എംബസികളുണ്ട്, നയതന്ത്ര പ്രദേശങ്ങളുണ്ട്. ഇവിടെയും നമുക്ക് എന്താണ് നമ്മളുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തെ നയതന്ത്ര കാര്യാലയം എന്ന് പറയുന്നത് ശരിക്കും ആ രാജ്യമാണ്. അതായത് ഇന്ത്യയിലെ ബ്രിട്ടന്റെ നയതന്ത്ര കാര്യാലയം അല്ലെങ്കിൽ എംബസി ഉണ്ടെന്ന് കരുതുക. ആ മതിൽ ചുറ്റിനകത്ത്, അതായത് ബ്രിട്ടൻ എംബസി ഇരിക്കുന്ന മതിൽ ചുറ്റിനകത്ത് ശരിക്കും ഇന്ത്യയിലുള്ള ഒരു ബ്രിട്ടന്റെ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. അവർക്ക് ഇന്ത്യയിലുള്ള നിയമങ്ങളൊന്നും എന്തല്ല, ബാധകമല്ല. എംബസികളെല്ലാം അങ്ങനെയാണ്. ഇപ്പോ അമേരിക്കയിൽ ഇന്ത്യൻ എംബസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ചുറ്റുമതിലിനകത്ത് അതൊരു കൊച്ചി ഇന്ത്യയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഈ പറഞ്ഞ നയതന്ത്ര മേഖലകളിലൂടെ നമുക്ക് എന്താണ് സ്വതന്ത്ര സഞ്ചാരം അനുവദനീയമല്ല. എന്താണ് ഡിപ്ലോമാറ്റിക് ഏരിയാസ് എന്ന് പറയും, ഡിപ്ലോമാറ്റിക് ഏരിയാസ്. അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞത് സൈനിക മേഖലയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? നയതന്ത്ര മേഖല. നാഷണൽ പാർക്കുകൾ അഥവാ ദേശീയോദ്യാനങ്ങൾ. ഇവിടെ എന്താണ്? ഇവിടെയും നമ്മളുടെ ഈ ദേശീയോദ്യാനങ്ങളിലും എന്താണ് നമ്മളുടെ സ്വതന്ത്ര സഞ്ചാരം ചില സമയങ്ങളിൽ എന്ത് ചെയ്യപ്പെടും? തടയപ്പെടും. അവിടുത്തെ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവിടുത്തെ ആവാസ വ്യവസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഈ ദേശീയോദ്യാനങ്ങളിലൂടെയുള്ള എന്താണ് നമ്മളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്താണ് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് സൈനിക മേഖല, നയതന്ത്ര മേഖല, ദേശീയ ഉദ്യാനങ്ങൾ. അടുത്തതായി പറയുന്നത് എന്താണ്? പട്ടികവർഗ ഗോത്രവർഗ മേഖലകൾ, ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. എന്താണ് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്? എന്താണ്? പട്ടികവർഗ ഗോത്രവർഗ മേഖലകളിലും എന്താണ് നിങ്ങളുടെ സഞ്ചാരത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. എന്തുകൊണ്ടാണ്? ആ വിഭാഗങ്ങളെ, അവരുടെ സംസ്കാരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പൊ എന്താണ് പട്ടികവർഗ ഗോത്രവർഗ മേഖലകളിലൂടെയും എന്താണ് ഗവൺമെന്റിന് നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇനി അഞ്ചാമത്തേത് കർഫ്യൂ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് കർഫ്യൂ നിയന്ത്രണങ്ങൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് കർഫ്യൂ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതുസമാധാനത്തെയും പൊതു നിയമത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കരുതുക. ഒരു പ്രദേശത്ത് അവിടെ പോലീസ് എന്ത് ചെയ്യും? കർഫ്യൂ പ്രഖ്യാപിക്കും. അതായത് ഇത്ര മണി മുതൽ ഇത്ര സമയം വരെ എന്താണ് നിങ്ങൾ പൊതുനിരത്തിൽ ഇറങ്ങുവാനോ അതിൽ സഞ്ചരിക്കുവാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എന്ത് പ്രഖ്യാപിക്കും? ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കർഫ്യൂ പ്രഖ്യാപിക്കും. അതിനർത്ഥം അത് നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നു എന്നല്ല. കാരണം എന്താണ്? അവിടെ സ്വാഭാവികമായിട്ടും ഒരു പൊതു നിയമം ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്താണ് പൊതു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് തടയുന്നതിനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോ അത് എന്താണ്? നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല കർഫ്യൂ പ്രഖ്യാപിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് കർഫ്യൂ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമല്ല.
അപ്പൊ അഞ്ചാമത്തേത് കർഫ്യൂ നിയന്ത്രണങ്ങൾ. ആറാമത്തേത് എന്താണ്? ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചിട്ടുള്ള യാത്രാ നിയന്ത്രണങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള യാത്രാ നിയന്ത്രണങ്ങൾ. ഇത് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം 2019 നമ്മൾ മലയാളികളല്ല, ലോകം മുഴുവൻ അനുഭവിച്ചതാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചിട്ടുള്ള എന്താണ് യാത്രാ നിയന്ത്രണം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കോവിഡ് ബാധിതനായ ഒരാളെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ക്വാറന്റൈൻ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് എന്താണ്? പുറത്തിറങ്ങി നടക്കുവാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യങ്ങളിൽ നമ്മൾ എന്ത് ഏർപ്പെടുത്തിയിരുന്നു? വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടാണത്? അത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അത് എന്താണ്? പൊതു നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അത്തരം നിയന്ത്രണങ്ങളൊന്നും എന്തല്ല? നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല. അവയെല്ലാം എന്താണ്? വെറും യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 19(1)(d) ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള പൗരന്റെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(d) ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അഞ്ചാമത്തെ പൗരന്റെ മൗലിക സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത് പാർപ്പിട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്താണ് പാർപ്പിട സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് റെസിഡൻസ്? എന്താണ് ഫ്രീഡം ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത്? ഫ്രീഡം ഓഫ് റെസിഡൻസ്, പാർപ്പിട സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(e) ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന പാർപ്പിട സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഈ ആർട്ടിക്കിൾ പറയുന്നത് ഇതാണ്: ഏതൊരു പൗരനും, നമ്മൾ പറയാറുള്ളതാണ് 19 മുഴുവൻ പൗരന്മാർക്കുള്ളതാണ്, ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെയും താൽക്കാലികമായും, പോയിന്റ് ശ്രദ്ധിക്കുക, താൽക്കാലികമായും സ്ഥിരമായും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആർക്കും തടയാൻ കഴിയില്ല. എന്താണ് പറയുന്നത്? ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെയും താൽക്കാലികമായും സ്ഥിരമായിട്ടും എന്താണ് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വകുപ്പാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19(1)(e) എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രീഡം ഓഫ് റെസിഡൻസ്, അല്ലെങ്കിൽ എന്താണ് പാർപ്പിട സ്വാതന്ത്ര്യം എന്ന് മലയാളത്തിൽ പറയുക. അപ്പോൾ ഇതിനും പാർപ്പിട സ്വാതന്ത്ര്യത്തിനും എന്തുണ്ട്? യുക്തിസഹമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. ഗവൺമെന്റിന് ചില നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? ഏർപ്പെടുത്തുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 5-ലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് പാർപ്പിട സ്വാതന്ത്ര്യത്തിന്റെ യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമല്ല, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ യുക്തിസഹമായ നിയന്ത്രണങ്ങളും എവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 5-ലാണ്. എന്തിന്റെ എല്ലാമാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 5-ൽ എന്തിന്റെയൊക്കെ നിയന്ത്രണങ്ങളാണ് പറയുന്നത്? ഒന്ന്, യാത്രാ സ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണം. രണ്ടാമത്തെ എന്താണ്? പാർപ്പിട സ്വാതന്ത്ര്യത്തിനുള്ള യുക്തിസഹമായിട്ടുള്ള റീസണബിൾ ഗ്രൗണ്ട് ഓഫ് റെസ്ട്രിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ആ നിയന്ത്രണങ്ങൾ എന്ന് നോക്കാം. സൈനിക മേഖല നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതായത് മിലിറ്ററി ഏരിയാസ്. അവിടെ നമുക്ക് വീട് വാങ്ങുവാനൊക്കെ എന്താണ് പരിമിതികളുണ്ട്. ഇനി നയതന്ത്ര മേഖല, ഡിപ്ലോമാറ്റിക് ഏരിയാസ്. മൂന്നാമത്തേത് പട്ടികവർഗ ഗോത്രവർഗ മേഖല, അതായത് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. അപ്പോൾ എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(c) പറയുന്നത് പൗരന്റെ എന്താണ് പാർപ്പിട സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെയും എന്തുണ്ട്? താൽക്കാലികമായും സ്ഥിരമായും താമസിക്കുന്നതിനായിട്ട് എന്തുണ്ട്? അധികാരമുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 19(1)(e) പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രീഡം ഓഫ് റെസിഡൻസ്, അല്ലെങ്കിൽ എന്താണ് താമസ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ, ആർട്ടിക്കിൾ 19 പ്രകാരം ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ആറാമത്തെ മൗലിക സ്വാതന്ത്ര്യമാണ്. ആറാമത്തെ മൗലിക സ്വാതന്ത്ര്യം പറയുന്നത് തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എന്താണ്? തൊഴിൽ, വ്യാപാരം, വ്യവസായം, അതായത് ഫ്രീഡം ഓഫ് ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസിനെ കുറിച്ചാണ്. എന്താണ്? ഫ്രീഡം ഓഫ് ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ആർട്ടിക്കിൾ 19(1)(g) ആണ്. ആർട്ടിക്കിൾ 19(1)(g) ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന വ്യവസായങ്ങൾ അല്ലെങ്കിൽ എന്താണ് തൊഴിലുകൾ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ പറഞ്ഞതിന് ശേഷം നേരെ ഒരു ചാട്ടമാണ് ഇവിടേക്ക്
19(1)(g)യിലേക്ക്. എന്തുകൊണ്ടാണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വത്ത് സമ്പാദിക്കുന്നതിന്, അത് കൈവശം വെക്കുന്നതിനൊക്കെ ഉണ്ടായിരുന്ന മൗലിക സ്വാതന്ത്ര്യമായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്താണ് ആറാമത്തെ മൗലിക സ്വാതന്ത്ര്യമാണ് എന്തെന്ന് പറയുന്നത്? തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19(1)(g) ആണ്. എന്തുകൊണ്ട് എഫ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ പൗരന്മാർക്കും എന്താണ്? എല്ലാ പൗരന്മാർക്കും വ്യാപാരം, വ്യവസായം, മാന്യമായ തൊഴിൽ എന്താണ്? എല്ലാ പൗരന്മാർക്കും വ്യാപാരം, വ്യവസായം, മാന്യമായ തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താണ്? ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എല്ലാ പൗരന്മാർക്കും വ്യാപാരം, വ്യവസായം, മാന്യമായിട്ടുള്ള ഏത് തൊഴിലും എന്താണ്? ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഇതിനും എന്തുണ്ട്? ഗവൺമെന്റിൻ്റെതായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇത് പറയുന്നത് ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 6 ഈ പറഞ്ഞ തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഗവൺമെന്റിന് ഏർപ്പെടുത്താൻ കഴിയുന്ന യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലിലേക്ക് എന്താണ്? സാങ്കേതികവും പ്രൊഫഷണൽ യോഗ്യതകൾ എന്ത് ചെയ്യാം? നിർബന്ധമാക്കാം. ഗവൺമെന്റിന് കഴിയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഡോക്ടർ പണിയെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്തുണ്ട്? അവിടെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യകതയുണ്ട് ആ തൊഴിലെടുക്കുന്നതിനായിട്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഗവൺമെന്റിന് എന്ത് ചെയ്യാം? സാങ്കേതിക പ്രൊഫഷണൽ യോഗ്യതകൾ എന്ത് ചെയ്യാം? നിർബന്ധമാക്കാം തൊഴിലുകളിൽ. രണ്ടാമത്തെ എന്താണ്? കുത്തക സ്റ്റേറ്റിന് കൈവശപ്പെടുത്താം. അപ്പോൾ നമുക്ക് എല്ലാ തൊഴിലും എല്ലാ ബിസിനസ്സും ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ എന്താണ്? കുത്തക അവകാശം ഗവൺമെന്റിന് മാത്രം എടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇവിടെ മൊണോപോളി എന്ന് പറയുന്നത് ആർക്കാണ്? ഇന്ത്യ ഗവൺമെന്റിനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ബിസിനസ് ചെയ്യാനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ആറ്റോമിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ നിലവിൽ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിന്റെ മൊണോപോളി അല്ലെങ്കിൽ കുത്തക എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. അതാണ് പറയുന്നത് എന്താണ്? കുത്തക എന്ന് പറയുന്നത് സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൈവശപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തേത്, സ്റ്റേറ്റിന് സ്വകാര്യ പ്രസ്ഥാനങ്ങളുമായിട്ട് ആരോഗ്യപരമായിട്ട് മത്സരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നത് വേണമെങ്കിൽ അത് ഗവൺമെന്റിനും ചെയ്യാം. ഗവൺമെന്റിന് ചെയ്യാമെന്ന് മാത്രമല്ല നിങ്ങളോട് മത്സരിക്കുകയും ചെയ്യാം. അതിന് ഗവൺമെന്റിന് എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, സ്റ്റേറ്റിന് എന്താണ്? സ്വകാര്യ പ്രസ്ഥാനങ്ങളുമായിട്ട് എന്താണ്? ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങളിൽ ഏർപ്പെടാം. ഇപ്പോൾ ഈ എണ്ണ വിൽക്കുന്ന കാര്യം, ഇപ്പൊ അതായത് നമ്മുടെ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത് ഗവൺമെന്റും നടത്തുന്നുണ്ട്, സ്വകാര്യ കമ്പനിയായിട്ടുള്ള റിലയൻസ് പോലെയുള്ള കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നുണ്ട്. അതാണ് പറയുന്നത് എന്താണ്? അതായത് സ്റ്റേറ്റിന് സ്വകാര്യ പ്രസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? മത്സരിക്കുവാനായിട്ട് കഴിയും. ഇനി നാലാമത്തേത് എന്താണ്? അപകടകരവും അനധികൃതവുമായിട്ടുള്ള തൊഴിലുകൾ എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. എന്താണ്? അപകടകരവും അനധികൃതവുമായിട്ടുള്ള തൊഴിലുകൾ നിരോധിച്ചിരിക്കുന്നു. ഈ അപകടകരമായിട്ടുള്ള തൊഴിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെററിസമാണ്. ടെററിസം അല്ലെങ്കിൽ തീവ്രവാദത്തെയാണ് അപകടകരമായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനധികൃതമായത് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യക്കെടുത്ത്, വേശ്യാവൃത്തി അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതായത് മനുഷ്യക്കടത്ത്, ഇവയെക്കുറിച്ചാണ് അനധികൃതമായ തൊഴിലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപകടകരമായിട്ടുള്ള തൊഴിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടെററിസം അഥവാ തീവ്രവാദമാണ്. അനധികൃതമായിട്ടുള്ള തൊഴിലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷനും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും പോലെയുള്ള തൊഴിലുകളെയാണ്. എന്താണ്? അപ്പോൾ അപകടകരവും അനധികൃതവുമായിട്ടുള്ള തൊഴിലുകൾ നിരോധിക്കുവാനും ആർക്ക് കഴിയും? ഗവൺമെന്റിന് സാധിക്കും. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന്റെ യുക്തിസഹമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(g) ആണ് എന്നതിനെ കുറിച്ച് പറയുന്നത്. തൊഴിൽ, വ്യാപാരം, വ്യവസായം എടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അത് പറയുന്നത് ഇതാണ്: എല്ലാ പൗരന്മാർക്കും വ്യാപാരം, വ്യവസായം, മാന്യമായ തൊഴിൽ എന്നിവ ചെയ്യുന്നതിനായിട്ട് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി എന്താണ്? ആർട്ടിക്കിൾ 19 പറഞ്ഞ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്താണ്? നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ
കാണാതെ പഠിക്കുകയല്ല, വളരെ വ്യക്തമായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ എന്താണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എന്താണ് ഉത്തരം എഴുതുവാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ആർട്ടിക്കിൾ 19 വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നമ്മളുടെ ഹെഡിങ് എന്ന് പറയുന്നത് സ്വതന്ത്രത്തിനുള്ള അവകാശങ്ങളാണ്. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ 19 മാത്രമേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എത്രയുണ്ട്? 20, 21, 22 ഉണ്ട്. അതെല്ലാം എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വരും ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.